അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ പപ്പായ കൊണ്ടാട്ടമാണ്. പപ്പായ കൊണ്ടാട്ടം അമ്മ ഇന്ന് അരിയാൻ പോവുകയാണ്. നാളെ ആയിരിക്കും കുറച്ച് വേറെ പരിപാടികൾ വെയിലത്തിട്ട് ഉണക്കുന്നത് പിന്നെ വറുത്തെടുക്കണമൊക്കെ നാളെ ആയിരിക്കും. ഇന്ന് നൈറ്റ് നമ്മൾ ഈ പപ്പായനെ അരിഞ്ഞെടുക്കാൻ പോകണം. ക്ലീനൊക്കെ അരിഞ്ഞെടുക്കാൻ പോകണം. അപ്പം നമുക്ക് ആ പരിപാടിയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഗൈസ് അമ്മ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. പപ്പായ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് ഇത് ക്ലീനാക്കാൻ വേണ്ടി തൊണ്ടൊക്കെ ചുറ്റിക്കളയുകയാണ്. ഉണ്ടോ ഗൈസ്? നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ പപ്പായ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പപ്പായ നമ്മൾ അരിഞ്ഞതല്ല, തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എല്ലായിടത്തും വെള്ളത്തിൽ ക്ലീനാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പരിപാടിയിലോട്ട് കടക്കാം. പിന്നെ ഗൈസ് ഈ കാണുന്ന നമ്മുടെ പപ്പായ അരിഞ്ഞെടുക്കണം. ഇങ്ങനെ അത് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ അരിയണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരിയണം. ഇങ്ങനെ അരിയണം ഗൈസ്. ഇത് ആ കഷ്ണം നമ്മൾ മുറിച്ചില്ലേ, അത് വലിയ കഷ്ണമായിട്ട്, അത് നമ്മൾ പിന്നെയും അരിയണം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ ഗൈസ് കണ്ടോ ഗൈസ്, നമ്മൾ എന്താ പപ്പായ നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. ഇച്ചിരി ബ്രൈറ്റ്നസ് കുറക്കട്ടെ. ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ള ബട്ടൺ മതി. അത് മതി. ഇത് മതി ഗൈസ്. അമ്മ കൊടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടോ ഗൈസ്? ഇനി നമുക്ക് ഉപ്പാണിത്, ഉപ്പല്ലല്ലോ, പപ്പായയാണിത്. പപ്പായ ആണ് ഗൈസ് ഇത്. ഇനി നമുക്ക് ഉപ്പിട്ടില്ലേ, ഇനി നമുക്ക് അടച്ചു വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നാളെ വെക്കണം. പിന്നെ നമുക്ക് അതും കൂടെ ഇളക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ കാണാം. അതും കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ. ശരി വരും. അതും കൂടെ അടച്ചു വെച്ച് നമ്മൾ ഇന്നലെ പപ്പായ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള പപ്പായ നമ്മൾ നൈസ് തുണ്ണമായിട്ട് എവിടെ ഇരിക്കുന്നു, അടച്ചു വെച്ചില്ലായിരുന്നോ ഇന്നലെ? അത് ഇരിക്കുന്നു. അതിനകത്ത് ഇപ്പോൾ ഉണ്ടോ വെള്ളം വന്നു. വെള്ളം ഉണ്ടോ? വെള്ളം വന്നിട്ടുണ്ട്. അതൊക്കെ കളയണം. എന്നിട്ട് അവിടെ നമുക്ക് മുകളിലോട്ടുണ്ടാകും. ഇത് ഞങ്ങൾ ടെറസിലോട്ട് പോകുന്ന സ്റ്റേഴ്സാണ്. നമുക്ക് ടെറസിൽ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ടെറസിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഇത്രയും ഒരു കട്ടിക്കാണ് നമ്മൾ മുറിച്ചെടുത്തേക്കണം. അമ്മ ഒരു പാത്രം വാരിട്ടായിരുന്നു. ഇനി എനിക്കുള്ള അവസരമാണ്. വെള്ളത്തോടെ ഉണ്ടോ? വേണ്ടെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു ഒക്കെ പറയാം.
ഇന്നലെ നമ്മൾ രാവിലെ ഉണക്കാനിട്ട പപ്പായ വലിയത് ഇതേപോലത്തെ ഒന്നുമല്ല, നല്ല വലിയ പാത്രമായിരുന്നു അത്യാവശ്യം. അതിൻ്റെ അകത്ത് ഇട്ടിട്ട് 2 പാത്രം അങ്ങനത്തെ ഇട്ടിട്ടതേ ഒരു പായയിൽ ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്ന അത്രേ ഉള്ളൂ. കണ്ടോ കൈ കണ്ടോ? ഇനി നമുക്കിത് വായങ്ങ എടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്നാ ചെയ്യണം, വറക്കണം. അപ്പോൾ നമ്മളിത് വരാൻ പോകും. അപ്പോൾ ഗൈസ് ദേ നമ്മൾ വാരിപ്പറക്കി സ്വരുക്കുട്ടി വെച്ച സാധനം ദേ ഇരിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ. ദേ ചെറിയൊരു പോപ്കോണിൻ്റെ അത്രയും പോലും ഇല്ല, പോപ്കോണിൻ്റെ കളറാണ്. ഇനി നമുക്ക് ഇന്ന് വറക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ രാത്രി ചോറിനുള്ള സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വറക്കാൻ പോവാണ്. വറക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് വറക്കണമെന്ന് കാണിക്കണില്ല, വറക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വറക്കാൻ പോകണം, അമ്മയാണ് വറക്കാൻ പോണത് ഗൈസ്, അമ്മയാണ് വറക്കാൻ പോണത്. ഇപ്പോൾ നമ്മളെ അടുപ്പിൻ്റെ അകത്തോട്ട് ഇതുകൊണ്ട് ഗൈസ് ഇച്ചിരി വട്ടം കുറവുണ്ട്. ഇവിടെ ഇച്ചിരി വട്ടം കുറവുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് വറക്കാൻ പോകുകയാണ് ഗൈസ്. വറുത്തു ഗൈസ്. ഒരു പ്ലേറ്റ് അവിടെ ഇരിപ്പുണ്ട്. ചെറുതായിട്ടൊക്കെ ചിലതൊക്കെ കരിഞ്ഞിട്ടുണ്ട്, 2-3 കരിഞ്ഞിട്ടുണ്ട്. ദേ ഇട്ടുണ്ട് ഗൈസ്. ഈ വെട്ടം ഉണ്ടോ ഗൈസ്? ഇച്ചിരി കൂടെ ഉണങ്ങാനുള്ള കാരണം കുറച്ച് നേരം ഞങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ഒന്ന് എടുത്തു നോക്കിയതാണ് ആയിട്ടുണ്ട് ഗൈസ്. കരുമ്പര കരിക്കുരി കരികരാന്ന് പറഞ്ഞ സൗണ്ട് പറഞ്ഞു. ഇതിനും അങ്ങനെ തന്നെ സൗണ്ടാണ്. ഇച്ചിരി കൂടെ മറക്കാൻ പോവാണ് ഗൈസ് ഞങ്ങളിപ്പോൾ. ഇപ്പോൾ അതേ പപ്പടം പൊങ്ങി വരണ പൊങ്ങി വരണുണ്ടോ ഗൈസ്? വരുന്നില്ലല്ലോ. ഫ്ലെയിം കുറച്ചാണ് വെച്ചേക്കണം ഗൈസ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സൗണ്ടൊക്കെ കേൾക്കണുണ്ട്. ഈ ലൈറ്റ് കണ്ടോ ഗൈസ്, പൊങ്ങി വരുന്നുണ്ട്. ഒരു ഇരുട്ട് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇരുട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നു പപ്പടം വീർത്ത് വരണ കണക്കാണ് ഗൈസ്. കണ്ടോ ഒരെണ്ണം അവിടെ കിടന്ന് ഉണ്ടോ, ഒരു ബലൂൺ വീർപ്പിക്കണ കണക്കാണ് ചിലതൊക്കെ ഇരിക്കണേ. ചിലതൊക്കെ ചെറുതായിട്ട് വാർന്ന കണക്കാണ്. ചെറിയ കറകറാന്ന് സൗണ്ടുമാണ്. അതിലൂടെ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഗൈസ്. വേണമെങ്കിൽ ഈ സാധനം വറുത്ത് കഴിയുമ്പോൾ ഇച്ചിരി മുളക് പൊടിയൊക്കെ എടുത്തിട്ട് ഇട്ട് കൂട്ടി കുഴക്കാനൊന്നും പറ്റില്ലതേ. എന്നാ അതിനെ വരണേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആ സംഭവം ചെയ്യാൻ പറ്റും. നമ്മളിതേ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കൂട്ടി തിന്നണം, അല്ലെങ്കിൽ ചുമ്മാ തിന്നാനും സ്നാക്സായിട്ട് നിങ്ങൾക്ക് തിന്നാൻ പറ്റും. സ്നാക്സായിട്ട് ഇത് തിന്നാൻ പറ്റും. ഞാൻ ഇച്ചിരി മുമ്പ് വറുത്തായിരുന്നു. അയ്യോ ലൈറ്റ് പോയി. ആ ലൈറ്റ് ഗായ്സ്. അപ്പം ഞാൻ ഒരെണ്ണം തിന്നാൻ പോവാണത്. ഇത് തിന്നാം. ഇത്ര മുഴുപ്പുള്ളാണ്. നല്ല ടേസ്റ്റുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ഉണങ്ങി കിട്ടിക്കുന്ന സാധനം എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെ തിന്നാം. അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുക, തിന്നാനൊന്നുമില്ല എന്നാൽ തിന്നാം.
സ്നാക്സ് ആയിട്ടും ചോറിനൂടെ കറിയായിട്ടും എന്താണ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഗായ്സ് നമുക്കിനി ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം. അപ്പോഴും